ശ്രീ അനിൽ വിളയില, ഞാൻ ഒരല്പം കടന്നു ചോദിക്കുകയാണ്. യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അതും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? 100% 101% ഉറപ്പാണ്. ശബരിമലയിലുണ്ടായ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങള്, ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായ വലിയ പ്രളയം, ഇതിനെയൊക്കെ ഇതിന്റെയൊക്കെ മറ പിടിച്ചുകൊണ്ട് മോഷണം നടത്തുകയാണെങ്കിൽ ഇനിയൊന്നും ശബരിമല തുറക്കില്ല, പ്രളയത്തിലെല്ലാം ഒലിച്ചു പോകുമെന്നൊക്കെ ധരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആൾക്കാർ അവിടെ കയറി ഇറങ്ങുമ്പോൾ എല്ലാവരും പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിയുമ്പോൾ അവിടുത്തെ മോഷണവും കൊള്ളയൊന്നും ആരും ശ്രദ്ധിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടുമായിരിക്കാം ഇവർ ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചതെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. 100% ചോദ്യത്തിന്റെ ഉത്തരവും പോസിറ്റീവായിട്ടൊരു ഉത്തരവാണ് ഞാൻ തരുന്നത്. ശ്രീ അനിൽ വിളയിൽ, അപ്പോൾ ഇപ്പോൾ എ പത്മകുമാറിലേക്ക് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. അത് ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു സാധ്യത. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കൈ ശുദ്ധമാണ് എന്നാണ് PS പ്രശാന്ത് പടിയിറങ്ങുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അടക്കം. അപ്പോൾ നിങ്ങൾ ഈ ആരോപണങ്ങൾ എല്ലാ ഭാഗത്തേക്കും പോവുകയാണോ? ഈ ദേവസ്വം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം, അത് ഈ രണ്ട് പിണറായി സർക്കാരിലും ബന്ധപ്പെട്ടവരെല്ലാം ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞൊരല്പം കടന്നല്ലേ? ഒരിക്കലും കടന്ന കൈയല്ല. ഈ ശ്രീ പ്രശാന്ത് പറയുന്ന ഞാൻ എന്തോ ഒരു ദിവ്യ പുരുഷനാണ്, എന്റെ കാലത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞു വന്നിരിക്കുകയല്ലേ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഒരു കെടുകാര്യസ്ഥത ദേവസ്വം ബോർഡിന്റെ ഭാഗത്തെ വളരെ വ്യക്തമാണ്. 9ാം മാസം വരെയുള്ള മിനിറ്റ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. 10ാം മാസമായപ്പോഴേക്കുമുള്ള കാര്യങ്ങളൊന്നും മിനിറ്റ്സ് ബുക്കിനകത്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത കാലത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് ഇല്ല. ഇങ്ങനെ കെടുകാര്യസ്ഥതയുടെ പര്യായപദമാണ്. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വീഴ്ച ഉണ്ടായിട്ടുണ്ടല്ലോ. ദേവസ്വം മാനുവൽ അനുസരിച്ചുകൊണ്ട് ശബരിമലയിലെ യാതൊരു വിധമായിട്ടുള്ള സാധന സാമഗ്രികളും പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് കർശനമായ ദേവസ്വം മാനുവൽ ഉള്ളപ്പോഴാണല്ലോ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രശാന്തിന്റെ ഭരണസമിതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മോഷണം നടത്താനും അതിൽ കൂടെ തങ്ങൾക്ക് അതിന്റെ ലാഭം ഉണ്ടാക്കാനും ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് ചെന്നൈയിലേക്ക് സാധനങ്ങൾ കൊടുത്തുവിട്ടത്. അതുകൊണ്ട് 100% ഈ കഴിഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ പത്മകുമാറിന്റെ കാലത്തൊട്ട ഇങ്ങോട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡുകളും അഴിമതിക്കാരായിരുന്നു. അതിന്റെ ഗുണഭോക്താവായി മാറി. പക്ഷേ ശ്രീ അനിൽ വിളയിൽ, ഇപ്പോഴും ദേവസ്വം മന്ത്രിയാണെങ്കിലും സർക്കാരാണെങ്കിലും ഇപ്പോൾ CPM നേതാക്കന്മാരാണെങ്കിലും പറയുന്നത് ഇതെല്ലാം പുറത്തു കൊണ്ടുവരും, അതിനാണ് പ്രത്യേക അന്വേഷണ സംഘം, അത് സർക്കാർ പ്രഖ്യാപിച്ച കാര്യമാണ്, അതുകൊണ്ട് എന്ത് സത്യം പുറത്തു വരുന്നോ അത് നേരത്തെ തന്നെ ഇടതുപക്ഷം പറഞ്ഞ കാര്യമാണെന്നാണ് പറയുന്നത്. സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ ഇത് നടക്കുന്നത്. അതുകൊണ്ട് സത്യം പുറത്തു വരണം എന്ന് ഞങ്ങൾ പറയുന്നു, പുറത്തു വരുമെന്ന് പറയുന്നു, അതല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയവാദമുണ്ട്. അതിന്റെ മറുപടി അല്ലെ, സത്യം പുറത്തു വരുമെന്ന് മാത്രമല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനൊക്കത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ സത്യം മൂടി വെക്കുമെന്ന് അവർക്ക് പൊതുസമൂഹത്തിനോട് പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവർ പറയുന്നു എന്നുള്ള അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തൊരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ അതിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ പറയുന്നതുമായിട്ട് പുലബന്ധം ഇക്കാര്യങ്ങൾക്കില്ല. ഇതിപ്പോൾ ഈ ശബരിമലയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അവസ്ഥ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥ തന്നെയാണ്. ഒരു സൈഡിൽ കടല എന്ന് പറയുന്നത്, ഒരു സൈഡിൽ ചെകുത്താൻ. കാരണം ഇതാ ആരൊക്കെയാണ്? ഒരു സൈഡിൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരായ പോലീസുകാർ സർക്കാർ എന്ന് പറയുന്ന കടലിനെ ഭയക്കുമ്പോൾ അപ്പുറത്ത് ചെകുത്താൻ വടിയെടുത്ത് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അവരെന്ത് ചെയ്യും? പക്ഷേ അതൊക്കെ ശരിയാണ് ശ്രീ അനിൽ വിളയിൽ. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ താങ്കളടക്കമുള്ള ഉള്ളവരുടെ സംഘടനകൾ ഇപ്പോൾ ഇത് രണ്ടുമായിട്ട് ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടെന്ന് താങ്കളും പറയുന്നു. പക്ഷേ സംഘടിത കൊള്ളയെന്ന് പറഞ്ഞ് കോൺഗ്രസ് നാമമാത്രമായിട്ട് ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുകയാണ്. എന്താണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ടാണ് ആ പഴയത് കൂട്ടി വായിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജനകീയ ഒരു പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങളിലേക്കോ കടക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് മറ്റേത് വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിനകത്ത് എന്തെങ്കിലും പഴുതുകൾ ഉണ്ടാവുകയാണെങ്കിൽ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ച് മുൻ